നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എർലിംഗ് ഹാലൻഡ് തൻ്റെ ഗോളടി തുടരുകയാണ്. സിറ്റിക്ക് വേണ്ടി അദ്ദേഹം ബ്രേസാണ് നേടിയത്. പക്ഷേ സിറ്റി വിജയിച്ചില്ലെന്ന് മാത്രം. മൊണോക്കോക്കെതിരെ 2-2 സമനില. കളിയിൽ സിറ്റി ലീഡെടുത്തതാണ്. എന്നാൽ 2 തവണ ലീഡെടുത്തിട്ടും അവർക്ക് പിന്നീട് അത് കൈവിടേണ്ടി വന്നു. അവസാന ഘട്ടത്തിൽ മുഖത്ത് അടി കൊണ്ടതും അങ്ങനെ വന്ന പെനാൽറ്റിയും ഒക്കെയാണ് തിരിച്ചടിയായിട്ട് മാറിയത്. ആ പെനാൽറ്റി ഗോളാക്കി മാറ്റി ഡയർ. മത്സരത്തിൽ കളിയുടെ 15-ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിലൂടെ സിറ്റി ലീഡെടുത്തു. പക്ഷേ 18-ാമത്തെ മിനിറ്റിൽ തന്നെ ടെസയിലൂടെ ആ ഗോൾ മൊണോക്കോ മടക്കിയിരുന്നു. തുടർന്ന് 44-ാമത്തെ മിനിറ്റിൽ ഹാലൻഡ് വീണ്ടും ഗോൾ അടിച്ചു. 2-1 ടീം മുന്നിൽ. പക്ഷേ അവസാന ഘട്ടത്തിലുണ്ടായ ആ ഒരു പെനാൽറ്റി അത് ഡയർ ഗോളാക്കി മാറ്റി 2-2 സമനില മൊണോക്കോക്ക് നേടിക്കൊടുത്തു. സിറ്റിക്ക് വിജയം അവസാന നിമിഷം കൈവിട്ടു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ വമ്പന്മാരായിട്ടുള്ള യുവൻറ്റസിനും വിജയിക്കാൻ കഴിഞ്ഞില്ല. 2-2 സമനിലയാണ് അവർ VRLനോട് പിടിച്ചിരിക്കുന്നത്. VRLൻ്റെ മൈതാനത്തായിരുന്നു കളി ഉണ്ടായിരുന്നത്. അതുകൂടാതെ ഇന്നലെ മറ്റു മത്സരങ്ങളുടെ റിസൾട്ട് കൂടി നോക്കാം. UNSCയെ ന്യൂകാസിൽ യുണൈറ്റഡ് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചിരിക്കുന്നു. ഗോർഡൻ 2 പെനാൽറ്റികളാണ് ഗോളാക്കി മാറ്റിയത്. പിന്നെ ബാർനസും അതുപോലെ വോൾട്ട്മെയ്ഡുമാണ് അവർക്കായിട്ട് ഗോളുകൾ നേടിയത്. അതേസമയം ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. PSG വേഴ്സസ് FC ബാഴ്സലോണ മത്സരം അത് PSG ആണ് 2-1 വിജയിച്ച് കയറിയത്. അതും നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതേസമയം ബയർ ലെവർക്യൂസൻ വേഴ്സസ് PSV മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചപ്പോൾ ബൊറൂസിയ ഡോർട്ട്മുണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ തകർത്ത് തരിപ്പണമാക്കി. 4-1 വിജയമാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് നേടിയിരിക്കുന്നത്. എന്നാൽ നാപ്പോളിക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ റാസ്മുസ് ഹോയ്ലൻഡ് നേടിയ മത്സരം, അതിൽ 2 അസിസ്റ്റും KDBയുടെ വകയായിരുന്നു. 2-1 നാപ്പോളി വിജയിച്ച് കയറി. ഏതായാലും ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചിൻ്റെ 2ഉം അവസാനിച്ചിരിക്കുകയാണ്. ഈ 2 മത്സരങ്ങളിൽ നിന്ന് 2ഉം വിജയിച്ച ടീമുകളുള്ളത് 6 ടീമുകളാണ്. 6 പോയിൻറ്റുമായിട്ട് 6 ടീമുകൾ. ബയേൺ, റയൽ മാഡ്രിഡ്, PSG, ഇന്റർ മിലാൻ, ആഴ്സണൽ, കറാബാക്ക് എന്നീ ക്ലബ്ബുകളാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യ 8 സ്ഥാനത്തെത്തുന്നവരാണ് നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും ഇപ്പോൾ 6 പോയിൻറ്റുമായിട്ട് 6 ടീമുകൾ നിൽക്കുന്നു. 4 പോയിൻറ്റുമായിട്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടൻഹാം ഹോട്ട്സ്പറും തൊട്ടുപുറകിലും നിൽക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.